കൂടി മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ ഡി പ്രമേഷ് കുമാർ കൂടി നമുക്കുമുണ്ട്. സാധാരണ നില നമ്മൾ കാണാത്ത കൗതുകരമായ ഒരു കാഴ്ചയല്ല, കോൺഗ്രസ് നേതാക്കളെല്ലാം കൂടി ഒരുമിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഒരു ചിത്രം സാധാരണ കാണാറില്ല. വിശാല KPCCയുടെ കമ്മിറ്റി എന്ന നിലയിലൊക്കെ നേതാക്കൾ ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നു, ഉടക്കി നിൽക്കുന്നു എന്ന് പൊതുവിൽ പ്രതീതിയുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ഭിന്നാഭിപ്രായമുള്ള ശശി തരൂർ ഉൾപ്പെടെ 2 ദിവസത്തെ ക്യാമ്പിൽ ഇരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി ക്ലാരിറ്റി നേതാക്കൾക്കുണ്ട് എന്ന തോന്നലുണ്ടാകുന്നു. അപ്പോൾ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ആ തലത്തിലേക്ക് കോൺഗ്രസ് ഉയരുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വളരെ നേരത്തെ അവർ തുടങ്ങിയെന്നും അത് കുറച്ചുകൂടി സംഘടനാപരമായി തന്നെ വളരെ ഓർഗനൈസ്ഡ് ആണ് എന്നുള്ള ഒരു പ്രതീതി കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, സംശയമില്ല. അത് ഈ ഇലക്ഷൻ മാത്രമല്ല, മുമ്പ് നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ തന്നെ മുൻ വർഷങ്ങളിലേക്കാളും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി വളരെ മുന്നേ ഒരുക്കങ്ങൾക്ക് തയ്യാറാവാനും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ നേരത്തെ നടത്താനും പ്രചാരണ രംഗത്തും ഒക്കെ ഒറ്റക്കെട്ടായി അവർ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. അത് ഇപ്പോൾ തന്നെ വളരെ നേരത്തെ തയ്യാറാവുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നടക്കുന്ന ലക്ഷ്യ എന്ന് പറയുന്ന ആ സമ്മിറ്റ്. ഇപ്പോൾ ഇന്നലെ നേരത്തെ ആ നേതാക്കളുടെ ഐക്യം പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അഥവാ മുന്നണി അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ 3-4 സ്ഥാനാർത്ഥികളുണ്ട് എന്നൊക്കെയുള്ള കോൺഗ്രസിന്റെ ഒരു പതിവുണ്ടല്ലോ. ഇപ്പോൾ പാർലമെന്ററി പാർട്ടി ചേരുന്നു, ഹൈക്കമാൻഡിന്റെ പ്രതിനിധി വരുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ MLA-മാരുമായി സംസാരിക്കുന്നു. പക്ഷേ പാർലമെന്ററി പാർട്ടിയുടെ ഭൂരിപക്ഷത്തിന് അപ്പുറത്ത് ഹൈക്കമാൻഡിന് തീരുമാനം വിടുക എന്നൊരു കീഴ്വഴക്കമാണ് സാധാരണ കേരളത്തിൽ കാണുന്നത്. മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് മുൻപ് ഇന്നയാളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനവും ഉണ്ടാകാറില്ല. ആ സാഹചര്യത്തിൽ ഭിന്നമായി എന്തെങ്കിലും സംഭവിക്കാനുള്ള ഇടയുണ്ട്? അല്ല, എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ കോൺഗ്രസിനെ പോലൊരു പാർട്ടിയിൽ സ്വാഭാവികമായിട്ടും അത്തരം ടോപ്പ് പോസ്റ്റുകൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന നേതാക്കളുടെ ആധിക്യമുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അതിനൊരു മെറിറ്റായിട്ടാണ് കോൺഗ്രസ് പാർട്ടി തന്നെ കരുതുന്നത്. അപ്പോൾ അത് ഒരു ഭിന്നതയ്ക്ക് കാരണമായേക്കാം എന്ന തരത്തിലുള്ള ചില സംസാരങ്ങളൊക്കെ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ നേരത്തെ വന്നിരുന്നു. അത് എന്തായാലും AICC ഹൈക്കമാൻഡ് ഇടപെട്ട് അത്തരം പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് നേതാക്കളെ എനിക്ക് തോന്നുന്നത് അവരൊരു കർശനമായി തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒരു ഐക്യപ്രതീതി വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വന്ന പത്രങ്ങളിലൊക്കെ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നേതാക്കൾ തമ്മിൽ വിവിധ കോണുകളിൽ നിൽക്കുന്ന നേതാക്കൾ വളരെ ഐക്യത്തോടും ഒക്കെ സംസാരിക്കുന്നത് സാഗൂതം വീക്ഷിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയൊക്കെ ആ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ശശി തരൂർ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ശശി തരൂർ ഈ യോഗത്തിൽ ഉടനീളം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐക്യത്തോടെ തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നൊരു പ്രതീതി ജനങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ വിജയം ഉറപ്പാക്കാൻ കഴിയൂ എന്നുള്ളൊരു മെസ്സേജ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരുക്കങ്ങളെല്ലാം നടത്തുന്നത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് ഒരു ഫോർമുല തന്നെ തയ്യാറാക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ മത്സരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള MP-മാരുണ്ട്, മുതിർന്ന നേതാക്കളുണ്ട്. പക്ഷേ യുവജന വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും പ്രാതിനിധ്യം വേണം എന്നുള്ളൊരു ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ സന്തുലിതമായി ഇത് തീരുമാനിക്കണം എന്നുള്ള ഒരു നിലപാടുണ്ട്. പിന്നെ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഇപ്പോൾ നേരത്തെ കനകോലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അങ്ങനത്തെ ഏജൻസികൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഓരോ മണ്ഡലത്തിലും ഇപ്പോൾ അവിടെ വിനബിലിറ്റി, വിജയസാധ്യത ആർക്കാണ്, ഏത് സ്ഥാനാർത്ഥിക്കാണ് സാധ്യത കൂടുതൽ എന്നൊക്കെയുള്ള പരിശോധനയും സർവേയൊക്കെ നടക്കുന്നുണ്ട് സമാന്തരമായിട്ട്. ഇപ്പം അങ്ങനെയുള്ള ചില ഓഡിയോ ഒക്കെ ചിലയിടത്ത് ഇപ്പോൾ പ്രചരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സർവേകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളുടെ നേതാക്കൾക്കായിരിക്കില്ല ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ ചുമതല. അതെ, അത് ഓരോ മണ്ഡലത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ അവിടുത്തെ ഒരു വിജയസാധ്യത പരിഗണിച്ചിട്ടുള്ള തീരുമാനമാണ് വരാൻ സാധ്യത. അത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള തീരുമാനമാണ്. എന്തായാലും കോൺഗ്രസ് അത്തരം ഒരു പ്രൊഫഷണൽ ലൈനിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് രീതിയിലേക്ക് വരുന്നു എന്നുള്ള കാര്യം നല്ല കാര്യമാണ്. ശരി, എന്തായാലും സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടാണ് എന്നൊരു ഫീൽ ഉണ്ടാക്കാൻ, ഒരു സന്ദേശം കൊടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം കോൺഗ്രസിൽ രൂപപ്പെട്ടു വന്നു എന്ന് പറയാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ബാക്കിയുള്ള വാർത്തകൾ ഇനി വരും മണിക്കൂറുകളിൽ വരട്ടെ. ഏതായാലും ഇപ്പോഴത്തെ സ്ഥിതി, ഈ മണിക്കൂറുള്ള സ്ഥിതി അതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഓരോ മുന്നണിയിലും നടക്കുകയാണ്.